ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയുമാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതാ എടുത്തിരിക്കുന്നത് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ്. അത് വെറുതെ എണ്ണയിലേക്ക് ഇട്ട് ഞാൻ ചൂടാക്കി എടുക്കുന്നു. അതിനകത്തേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ തുണ്ടമീൻ എന്നാണ് ഞങ്ങളിത് പറയുന്നത്. നിങ്ങൾ എന്താണ് പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ മീൻ കറി വയ്ക്കുന്ന ഒരു രീതിയാണ്, ഞങ്ങൾ കറി വെക്കുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. തുണ്ടമീൻ മുളക് കറി വെക്കുന്ന കൂടെ തേങ്ങാക്കൊത്തിട്ട് വെക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അതായത് മൂപ്പെത്താത്ത തേങ്ങ. ചിലപ്പോൾ നമ്മൾ വാട്ടത്തേങ്ങയായിട്ടൊക്കെ താഴെ വീണ് ഉണ്ടാവില്ലേ തേങ്ങ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ കറി വെച്ചിട്ടുള്ള ഒരു ശീലമാണ്. ഇതും അങ്ങനെ വീണ് കിട്ടിയതാണ് കേട്ടോ. ഇനി പറിക്കുവാണെങ്കിൽ തന്നെ ഒത്തിരി മൂത്ത് പോകാത്ത തേങ്ങയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല മൂപ്പുള്ള തേങ്ങ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് നല്ലപോലെ വേവാനായിട്ട് ഉപ്പും പുളിയും ഒക്കെ ഇട്ട് ഒരുപാട് സമയം വെച്ച് നല്ല മയത്തിൽ വെന്തിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ഈ തേങ്ങയുടെ കൂടെ ഞാൻ ഇപ്പോൾ പുളിയും കൂടെ ഇട്ട്, ഉപ്പിടുന്നില്ല കേട്ടോ, പുളിയും ഇട്ട് വേകാനായിട്ട് വെക്കുകയാണ്. മൂത്ത തേങ്ങ വേകുന്നത്രയും സമയം ഇതിന് ആവശ്യമില്ല. പിന്നെ ഞാൻ അതിനകത്ത് ഇടാൻ എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് അത്രയും കാണിച്ചത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതാ ഈ മീൻ കഴുകി തിളച്ച കിടക്കുന്ന തേങ്ങാക്കൊത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങ് ഇട്ടു കേട്ടോ. അതായത് മീൻ വേകാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ ഇളക്കി വെക്കുന്നു. പിന്നെ ഉപ്പ്, ഈ മീനിൻ്റെ ഉപ്പ് ഇറങ്ങിയ ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് വീണ്ടും ചേർക്കാവുള്ളൂ. അപ്പോൾ മൂടി വെച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് അങ്ങനെ വേഗം വെക്കുക. കറിവേപ്പിലേക്ക് ഇട്ട് ഞാൻ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. വെള്ളം നമുക്കിത് ഒരുപാട് വെള്ളത്തിൽ വെക്കുന്നതല്ല, വറ്റിച്ചെടുക്കുന്ന കറിയാണ് കേട്ടോ. എന്നാൽ വരണ്ട് പോകുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. വേറെ ചാറ് കറിയുടെയൊക്കെ കൂടെ കൂട്ടാൻ ഇത്രയും ആണെങ്കിൽ മതി ധാരാളം. ഇതിലേക്ക് ഞാനൊരു ചെറുതായിട്ടൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമീൻ ആയതുകൊണ്ട് തന്നെ ആ മീനിൻ്റെ ഉപ്പ് ധാരാളമായിരുന്നു, അതുകൊണ്ട് വീണ്ടും ചേർക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, വീഡിയോസുകളൊക്കെ കാണുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.